ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നിശ്ചിതമായിട്ടുള്ള വേക്കൻസി ഉണ്ട്. അപ്പം ഗവൺമെൻറ് ജോലിയാണ്, അപ്പം നിങ്ങൾക്ക് സ്ഥിര ജോലിയാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അപേക്ഷ നൽകി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. മാത്രമല്ല നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ്, ടെലഗ്രാം ഇതിൻ്റെയൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും ജോബുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനൊക്കെ കറക്റ്റ് സമയോചിതമായി നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഈ പറയുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. 14/12/2023 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. ആകെ മൊത്തം വേക്കൻസി 300 വേക്കൻസിയാണ് കേട്ടോ ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. നിശ്ചിത വേക്കൻസി നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പം നമ്മൾ വേക്കൻസി നോക്കി, ഞാൻ എപ്പോഴും പറയേണ്ട വേക്കൻസിയുടെ എണ്ണം നോക്കി നമ്മൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം പിന്നീട് അടുത്ത വർഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ഏജ് ഒക്കെ മാറും. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിങ്ങനെ പ്രിപ്പറേഷൻ UPSC SSC അതുപോലെ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ പറയുന്ന എക്സാമിനൊക്കെ നമ്മൾ എങ്ങനെയായിട്ട് പഠിച്ച് തുടങ്ങുകയും വിവിധ എക്സാമുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് കയറാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ വേക്കൻസിയും ജസ്റ്റ് കാണിക്കാം. 30 വേക്കൻസിയുണ്ട് ടോട്ടൽ. 30 വേക്കൻസി ഉണ്ട് കേട്ടോ. അതിൽ SC ST OBCൻ്റെ വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലുള്ള ലോക്കൽ ലാംഗ്വേജ്, ഇപ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിൽ എക്സാമ്പിൾ പറയാം, കേരളത്തിൽ മലയാളമാണല്ലോ. അപ്പോൾ ആ മലയാളം നമുക്ക് എഴുതാനും വായിക്കാനും റീഡ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അത് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ കർണാടകയിലേക്കാണെങ്കിൽ അങ്ങനെ അവിടെയുള്ള ആ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്, സംസാരിക്കാനൊക്കെ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 300 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു 37,000 രൂപ പെർ മന്താണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുക. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത്. അതായത് ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ, ഒരു ബിരുദം നിങ്ങൾക്കുണ്ടോ, നിങ്ങളൊരു ബിരുദധാരിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ മതി, യാതൊരുവിധ മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് BCom BSc ദെൻ BBA BCA BE ഓർ BTech. ഓക്കെ, ഇങ്ങനെ ഗ്രാജുവേഷൻ എന്താണോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ സ്റ്റേറ്റിലുള്ള ലോക്കൽ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് പറയുന്നത്. മിനിമം ഏജ് 21 വയസ്സ്. ഈ പറയുന്ന 30/9/2023 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കി മിനിമം ഏജ് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വിഡോസ് ഡിവോഴ്സ്ഡായുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും ഇതിലേക്ക് അപേക്ഷ നൽകാൻ സാധ്യതയില്ല. എന്നാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 250 രൂപ ഫീ അടച്ചാൽ മതി. പ്ലസ് GST പാടുണ്ടാവും അതിൻ്റെ കൂടെ. ഇനി ഈ കാറ്റഗറിയിലല്ലാത്ത, അതായത് SC ST PWD കാൻഡിഡേറ്റ്സ് എന്നല്ലാത്ത ജനറൽ ആയിട്ടുള്ള OBC ജനറൽ അതുപോലെ EWS കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, 1000 രൂപ ഫീ അടയ്ക്കണം കേട്ടോ. വലിയൊരു എമൗണ്ടാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾ പഠിക്കാതെ വെറുതെ ഫീ അടിച്ച് വെറുതെ എന്ത് ചെയ്യേണ്ട, അവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. കാരണം 1000 രൂപ ഫീ ഉണ്ട്. ഇപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250 വരുന്നുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്, ട്രൈ ആവുന്നതാണ്. ബാക്കിയുള്ള ജനറൽ EWS OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 1000 രൂപ ഫീ അടയ്ക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് December 16 ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് December 14 ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ലാസ്റ്റ്
ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൻ്റെ കോൾ ലെറ്ററൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് വന്നാൽ 10 ദിവസം മുൻപേ നമുക്ക് കോൾ ലെറ്റർ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എക്സാം നടക്കാനുള്ള സാധ്യത ഫെബ്രുവരി 2024 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നീട് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് മെയിലൊക്കെ ആയിട്ട് അറിയിക്കും അവർ. അപ്പോൾ അത് ആ സമയത്ത് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ആ ഓൺലൈൻ എക്സാമിനേഷൻ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാം എന്നുള്ള ജസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് വലിയ കാര്യമാക്കേണ്ട ടെസ്റ്റ് ഒന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. മറ്റേ ഈ ഓൺലൈൻ എക്സാമിനേഷനിൽ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ടെസ്റ്റ് ആയിരിക്കും. 120 മിനിറ്റാണ് നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. അതിൽ വരുന്ന ഏരിയകൾ റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, GK, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ്, ഇങ്ങനെ ആണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻ വെച്ച് 200 ക്വസ്റ്റ്യനാണ് ടോട്ടൽ. 280 മാർക്കാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ നല്ല ബുക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ബുക്കുകളുടെ ലിങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ചാനലിൽ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം, പിന്നെ പേയ്മെൻ്റ് ആണ്, പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ്, സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക വെച്ചാൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈ പറയുന്നതാ ഇതാണ് അതിൻ്റെ വാചകം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഇതേപോലെ തന്നെ എഴുതുക, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ഈ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്നുള്ള വെട്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ പേര് മുഴുവൻ എഴുതുക. എന്നിട്ട് ഇത് അതുപോലെ നമ്മൾ പകർത്തുക, എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ഈ പറയുന്ന ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. പിന്നെ 200x230 പിക്സൽ ഡയമെൻഷൻ ആയിരിക്കണം. 20-ൻ്റെയും 50 KB ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. സിഗ്നേച്ചറും അതുപോലെ തന്നെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യണം. ഇനി ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ 240x240 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 20 KB-യുടെയും 50 KB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇനി ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിൽ 800x400 പിക്സൽ ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. ഓരോന്നിനും ഡയമെൻഷനൊക്കെ കറക്റ്റ് ആക്കുക നിങ്ങൾ. അതിൽ 50 KB to 100 KB ആയിരിക്കും അതിൻ്റെ ഫയൽ സൈസ്. അപ്പോൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫിൻ്റെ സൈസൊക്കെ റീസൈസ് എങ്ങനെയാണ്, അതിൻ്റെ ഡയമെൻഷനൊക്കെ മാറ്റം എങ്ങനെയാണ്, അതുപോലെ ക്രോപ്പ് എങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ വീഡിയോസ് ഞാൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളും തരാം. ഇനി നമുക്ക് എക്സാം സെൻറ്റർ ആണ്. കേരളത്തിൽ നമുക്ക് എവിടെയൊക്കെ എക്സാം സെൻറ്റർ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കാണാൻ കേരളത്തിൽ നിങ്ങൾക്ക് ഇതാ ആലപ്പുഴ എക്സാം സെൻറ്റർ ഉണ്ട്, എറണാകുളം, കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വിവിധ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മറ്റു സ്റ്റേറ്റിൻ്റെ എക്സാം സിറ്റിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടില്ല. ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള ഭാഗം കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം മറിച്ച് നമ്മളിതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യണമെന്ന വീഡിയോസ്, അതായത് ഓൺലൈൻ ഫോം ചെയ്യുന്ന ഡെമോ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം കുറച്ച് പേര് ആവശ്യപ്പെട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ചാനലിനത് ദോഷമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകൾ കാണുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അഥവാ എനിക്ക് കറക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ സമയമാകുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അഥവാ നമ്മൾ കുറച്ച് ഡിലേ ആകുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് കമൻറ്റ് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ മറന്നു പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഡിലേ ആവുള്ളൂ. അപ്പോൾ കറക്റ്റ് ഞാനത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് മാക്സിമം. അപ്പോൾ അഥവാ മറന്നുപോലെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഓർമ്മപ്പെടുത്തിയാലും മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്